കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. റബ്ബർ വില സ്ഥിരതാ ഫണ്ട് കുടിശ്ശിക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഇതോടൊപ്പം ഉന്നയിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭയിൽ ഇന്ന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് വിഷയമാകുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള MLA-മാരിൽ ഒരാളായിരിക്കും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് അല്പസമയത്തിനകം നൽകും. ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് കുടിശ്ശികയുണ്ട്. ഇതുമൂലം റബ്ബറിൻ്റെ വിലയിടിവ് മൂലം കർഷകർ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇതിനു കൂടെ വിലസ്ഥിരതാ ഫണ്ട് വിതരണത്തിനും വലിയ തോതിലുള്ള പാളിച്ചകളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. ഇതിന് സർക്കാരിൻ്റെ മറുപടിയും ഇന്ന് സഭാതലത്തിൽ ഉണ്ടാകും. ഇതുകൂടാതെ ഇന്ന് നിയമസഭയിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നടപടി സംസ്ഥാനത്തിൻ്റെ പുതിയ കായിക നയം സംബന്ധിച്ച കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ പ്രത്യേക പ്രസ്താവനയാണ്. ചട്ടം 300 പ്രകാരമുള്ള പ്രത്യേക പ്രസ്താവന ശൂന്യവേളയ്ക്ക് ശേഷം സഭാതലത്തിൽ നടക്കും. ഇത് കഴിഞ്ഞാൽ ഇന്ന് മറ്റൊരു പ്രധാന അജണ്ട നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കലാണ്. 2 ദിവസം മുമ്പാണ് നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയത്. ഇന്ന് ചർച്ച പൂർത്തിയാകും. ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി നൽകുന്നതാണ് ഇന്ന് സഭാതലത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം. ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരായ രൂക്ഷ വിമർശനമാണ് ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് വിപരീതമായ ഒരു കാഴ്ചയായിരുന്നു അത്. റൈറ്റ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇങ്ങനൊരു നന്ദി പ്രമേയ ചർച്ച അടുത്ത കാലത്തൊന്നും കേരള നിയമസഭ കണ്ടിട്ടുണ്ടാവില്ല. നന്ദി പറയാൻ എഴുന്നേറ്റ് എല്ലാവരും ഗവർണർക്ക് നന്നായിട്ട് കൊടുത്തു.